ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടായെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ, എന്തൊക്കെ മോശം സിറ്റുവേഷൻസ് ഉണ്ടോ, അതെല്ലാം ഒരു അത്ഭുതം വന്ന് എല്ലാം മാറ്റിയിരുന്നെങ്കിലെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. ഇല്ല എങ്കിൽ പേരൻസ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിച്ച് അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായെങ്കിലെന്ന് അവർ ഒരു അത്ഭുതം ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധവും വളരെ മാജിക്കലാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നതിന് ശേഷം ഇവർക്ക് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവരുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള വൈബ്സ് വന്നു നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നതിന് ശേഷം. ഇവിടെ ഇവർ നിങ്ങളെ ഇവരുടെ ലക്കി ആയിട്ടാണ് കാണുന്നത്. ഇവരുടെ ലൈഫിൽ എന്തോ ഒരു സിറ്റുവേഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ലക്ക് കൊണ്ട് ഇവിടെ ലൈഫിൽ എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവർ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെ തോന്നുകയാണ്, ഞാൻ തന്നെ നേരിട്ട് സംസാരിക്കണോ അതോ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവത്തില്ല, അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവത്തില്ല, ഞാൻ തന്നെ നേരിട്ട് സംസാരിക്കണമോ എന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില സമയങ്ങളിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജ് വന്നാൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് മെസ്സേജ് ചെയ്യുന്നു. കാരണം അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സൺ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തല്ലോ, ഇനി ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്യണമെന്ന് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് മെസ്സേജ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ ഇവർ വിചാരിക്കുന്നത്, ഞാനല്ലേ എപ്പോഴും അങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നത്, ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് വരട്ടെ എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ജസ്റ്റിസ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവരോട് പറയണമെന്നാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഇവരോട് പറയാനുള്ളത് അതെല്ലാം മെസ്സേജിലൂടെ കോൾസിലൂടെ ഇങ്ങോട്ട് വിളിച്ച് നിങ്ങൾ പറയണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവരെക്കുറിച്ച് എന്തൊക്കെ ഫീലിങ്സും എന്തൊക്കെ ആണോ ഉള്ളത് അതെല്ലാം നിങ്ങൾ തന്നെ ഇവരോട് പറയണമെന്നാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരും ആഗ്രഹിക്കുന്നത്, എല്ലാ പ്രാവശ്യവും ഞാൻ മാത്രമല്ലേ അങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നത്, ഇപ്രാവശ്യം നിങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ്. ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അതായത് എന്ത് ചെയ്യണം, എന്ത് ആക്ഷൻ എടുക്കണം, എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്ന് ഒന്നും തന്നെ മനസ്സിലാകാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ അവർ പറയുന്നത് നിങ്ങളോട് മെസ്സേജായിട്ട്. ഇവർ ശരിയായ ഡയറക്ഷനിലാണോ അല്ല എങ്കിൽ മോശമായ ഡയറക്ഷനിലാണോ എന്ന് ഇവർക്കറിയത്തില്ല. നിങ്ങളുടെ കൂടെ ഫ്യൂച്ചർ ഇനി നേരെ ചെയ്യാൻ സാധിക്കുമോ എന്നും ഇവർക്കറിയത്തില്ല. ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായും ട്രാപ്ഡ് സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ നേരിട്ട് നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഞാനിപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സ്റ്റേറ്റ് ഫോർവേഡായിട്ട് നിങ്ങളോട് പറയുന്നതാണ്. അതായത് എനിക്ക് എൻ്റെ ലൈഫിൽ ക്ലാരിറ്റി കിട്ടിയാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി തരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സ്റ്റേറ്റ് ഫോർവേഡായിട്ട് ഇവർ നിങ്ങളോട് പറയുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവരുടെ ഈ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർ ഭയങ്കര റൂഡാണ് നിങ്ങൾക്ക് വേണ്ടി എന്ന്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ എവിടെയോ ട്രാവൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഇവരുടെ ട്രാവൽ ഫിക്സായി. അപ്പോൾ നിങ്ങൾ ഇവരിൽ നിന്ന് വിവരം ശേഖരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവർ എവിടെയാണ് പോകുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നത്, എന്താവശ്യത്തിനാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഇവരിൽ നിന്ന് വിവരം ശേഖരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഹൈഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവരോട് സംശയം തോന്നുന്നതായിട്ടും ദേഷ്യം തോന്നുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നത് ഇവരുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വാല്യൂവും ഇല്ല എന്നാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് ഒന്നും പറയാതെ ഇവർ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ചിലപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ഇവർ പറയും, അതായത് ഞാനിപ്പോൾ പുറത്താണ്, എനിക്ക് നിങ്ങളോടിപ്പോൾ സംസാരിക്കാൻ സമയമില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിക്കൂടെ ദേഷ്യമാകും. കാരണം ഇവർ എവിടെയാണ്, ആരുടെ കൂടെയാണെന്ന് ആലോചിച്ച്
നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ ഏതോ സിറ്റുവേഷനിൽ ഇമോഷണലി വളരെയധികം ട്രെയിൻഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇമോഷണലി വളരെയധികം അപ്സെറ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരെ ഒന്നുകിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായിരിക്കും. ഇവിടെ കൂടുതലായിട്ടും ഇമോഷണലായിട്ടുള്ള സ്ട്രെസ്സാണ് ഇവർക്ക് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഇവർ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് തോന്നുന്നതാണ്, അതായത് ഇവരുടെ ലൈഫിൽ ആരും തന്നെ ഇല്ല ഇവരെ സഹായിക്കുവാനായിട്ട്, എല്ലാവരും ഇവർക്ക് വിഷമം മാത്രമാണ് തന്നത് എന്ന്. എല്ലാവരും ഇവർക്ക് ട്രിഗർ മാത്രമാണ് കൊടുത്തത്, ആരും തന്നെ ഇവരെ സഹായിച്ചിട്ടില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവർക്ക് ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവർക്ക് പൈസ ഇല്ലാത്തത് കാരണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം എന്ത് ചെയ്യും ഞാൻ, എനിക്ക് കയ്യിൽ പൈസ ഇല്ലല്ലോ, എങ്കിൽ മാത്രമല്ലേ എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തോന്നൽ കാരണം ഇവർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് സാഡായിട്ട് എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇമോഷണലായിട്ട് പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർക്ക് അപ്പോൾ എന്തോ ഒരു വേദനയോ വിഷമമോ ഉണ്ട്, അത് നിങ്ങളോട് പറയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എങ്കിൽ ഇതിൽ 2 സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷൻ ഇവർ ചൂസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഇത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇവർ നിങ്ങളോട് ക്ലിയർലി പറയുന്നതാണ് ഇവർ ആരെയാണ് ചൂസ് ചെയ്തത് എന്ന്. അതായത് ഇവർ ആരുടെ കൂടെയാണ് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയറായിട്ട് നിങ്ങളോട് പറയുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല, അവർക്കൊരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ഫേവറിൽ ക്ലാരിറ്റി തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ എന്താണോ ചെയ്യുന്നത് അത് ഫിക്സ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഉറച്ച ഒരു കാര്യമായിരിക്കും ഇവർ പറയുന്നത്. അതായത് ഇന്നൊന്ന് പറഞ്ഞിട്ട് നാളെ മാറ്റി പറയുന്ന ആ ഒരു സ്വഭാവം ആയിരിക്കത്തില്ല. എന്ത് പറയുന്നുണ്ടെങ്കിലും അത് ഫിക്സഡ് ആയിട്ടായിരിക്കും ഇവർ പറയുന്നത്. അതായത് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി എന്നുള്ളതാണെങ്കിൽ അത് ഫിക്സഡ് ആയിട്ട് പറയുന്നതായിരിക്കും. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ മജീഷ്യൻ്റെ എനർജിയിലായിരിക്കും അവർ. അതായത് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക, നിങ്ങളുമായിട്ടുള്ള ജീവിതം ഇമാജിൻ ചെയ്യുക, ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ടുള്ള ജീവിതം ഇമാജിൻ ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അങ്ങനെ ഒരു എനർജിയിലാണ് ഉള്ളത് അവർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. ഈ ഒരു മെസ്സേജാണ് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. അതായത് ഇതിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയത് അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.